ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 10ാമത്തെ അധ്യായമായ നിർവാണ ദർശനത്തിലെ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 7ാമത്തെ ശ്ലോകം: അന്യേന വേദിതോ വേത്തി ന വേത്തി സ്വയമേവയാ സവരീയാൻ സദാ ബ്രഹ്മ നിർവാണമയമശ്നുതേ. ഒന്നുകൂടി: അന്യേന വേദിതോ വേത്തി ന വേത്തി സ്വയമേവയാ സവരീയാൻ സദാ ബ്രഹ്മനിർവാണമയമശ്നുതേ. അന്വയം: യാ അന്യേന വേദിത വേത്തി സ്വയം ഏവ ന വേത്തി സ വരീയാൻ സ സദാ അയം ബ്രഹ്മനിർവാണം അശ്നുതേ. അർത്ഥം: യാതൊരു ജീവൻ മുക്തനായ യോഗി സ്വയം യാതൊന്നും അറിയുന്നില്ലയോ, മറ്റാരെങ്കിലും അദ്ദേഹത്തെ അറിയിച്ചാൽ മാത്രം ലോകകാര്യങ്ങൾ അറിയുന്നുവോ, അങ്ങനെയുള്ള ജീവൻ മുക്തനായ യോഗിയെയാണ് ബ്രഹ്മവിത്ത് വരീയാൻ എന്ന് പറയുന്നത്. അദ്ദേഹം സദാ ബ്രഹ്മനിർവാണരസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മുൻ ശ്ലോകത്തിൽ അതിശുദ്ധ നിർവാണ സ്ഥിതന്മാരായ മുനിമാരിൽ ബ്രഹ്മവിദ് വരൻ എന്ന വിഭാഗത്തിൽപ്പെട്ട മുനിമാരുടെ ലക്ഷണമാണ് പറഞ്ഞത്. ഇവിടെ അവരെക്കാൾ അല്പം കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ബ്രഹ്മവിദ് വരീയാൻ ആയ മുനി എങ്ങനെ എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ബ്രഹ്മവിദ് വരീയാൻ സദാ ബ്രഹ്മനിർവാണം അനുഭവിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നത്. ഇവിടെ പറയുന്നത് അത് എങ്ങനെയാണ് എന്നാണ്. എന്താണ് ബ്രഹ്മനിർവാണം? ബ്രഹ്മത്തിൽ ലയിച്ച് സ്വയം ബ്രഹ്മമായി തീർന്ന് ബ്രഹ്മാനന്ദത്തിൽ മുഴുകി താനെന്നും ബ്രഹ്മമെന്നും രണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ ഏകതത്വമായി സമ്പൂർണ്ണാനന്ദാനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നതാണ് ബ്രഹ്മനിർവാണം. ആ അവസ്ഥയിൽ അയാൾ യാതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദാനുഭൂതി അല്ലാതെ പ്രാപഞ്ചികമായ യാതൊരറിവും അപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം. എന്നാൽ അയാൾ ദേഹത്തെ ത്യജിച്ചിട്ടില്ലാത്തതിനാൽ ആരെങ്കിലും സമാധിയിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ അപ്പോൾ മാത്രം പ്രപഞ്ചബോധത്തിലേക്ക് മടങ്ങി വന്നു എന്നും വരാം. അല്ലാതെ സ്വയം അയാളിൽ ലോകത്തെപ്പറ്റിയുള്ള ചിന്തയോ അറിവോ സങ്കല്പമോ ഉണ്ടാകുന്നില്ല. ഇനി ബ്രഹ്മവിത്ത് വരിഷ്ഠന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പോകുന്നു. 8ാമത്തെ ശ്ലോകം: സ്വയം ന വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവ സവരിഷ്ഠഃ സദാ വൃത്തിശൂന്യോയം ബ്രഹ്മകേവലം. ഒന്നുകൂടി: സ്വയം ന വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവ സവരിഷ്ഠഃ സദാ വൃത്തിശൂന്യോയം ബ്രഹ്മകേവലം. അന്വയം: യാ സ്വയം ന വേത്തി തഥാ ഏവ വേദിത അപി കിഞ്ചിത് ന വേത്തി സദാ വൃത്തിശൂന്യ സവരിഷ്ഠ ഭവതി അയം കേവലം ബ്രഹ്മ. ബ്രഹ്മവിത്ത് വരിഷ്ഠനായ മുനി ബ്രഹ്മാനന്ദമല്ലാതെ മറ്റൊന്നും യാതൊരവസ്ഥയിലും അറിയുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. മറ്റാരെങ്കിലും അദ്ദേഹത്തെ യോഗസമാധിയിൽ നിന്നും വിളിച്ചുണർത്തി ലോകകാര്യങ്ങളിലേക്ക്
അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണരുകയോ ലോകകാര്യങ്ങൾ അറിയുകയോ ചെയ്യുന്നില്ല. ബ്രഹ്മത്തോട് സമം ആയ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതിനെയാണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞത്. ധീയിൽ സമമായി തീരുന്ന അവസ്ഥ സമാധി. ധീ എന്നാൽ അറിവ് അഥവാ ബ്രഹ്മം. 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മവിദ് വരിയൻ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവാണ് എങ്കിൽ ഇവിടെ പറയുന്ന ബ്രഹ്മവിദ് വരിഷ്ഠൻ ബ്രഹ്മം ആയിത്തീർന്ന ആത്മാവാണ്. ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവിന് വേണമെങ്കിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കി ലോകത്തെ കാണാവുന്നതാണ്. എന്നാൽ ബ്രഹ്മത്തിൽ ലയിച്ച ആത്മാവ് ബ്രഹ്മം തന്നെയായി തീർന്നു. ബ്രഹ്മത്തിൽ അതിന് ദൃശ്യമായി മറ്റൊന്നും ഇല്ലാത്തതിനാൽ ജഗത്ത് എന്ന വസ്തുവും അതിനെ ദൃശ്യമാക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിത്യാദിയായവയെ സൃഷ്ടിച്ച പ്രകൃതിയും പ്രകൃതിക്ക് കാരണമായ മായയും സർവ്വതും അസ്തമിച്ചിരിക്കുന്നു. അത് അയം ബ്രഹ്മകേവലം, കേവലമായ ബ്രഹ്മമായി മാറി. അതല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എത്തി എന്നും പറയാം. ഇതിനുപരി മറ്റൊരു അവസ്ഥയില്ല. അതാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ നിലനിൽക്കുന്ന അതിശുദ്ധ നിർവ്വാണ അവസ്ഥ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.